ഇങ്ങനെ മോണിയാക്കി എടുക്കും എന്ന് സംശയിച്ച് നിൽക്കുന്നവർക്ക് നിർത്തി പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ആയി ഇങ്ങനെ യൂട്യൂബ് സംബന്ധിച്ച വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തുടങ്ങിയിട്ട് ഇനി മുന്നോട്ട് എങ്ങനെ മോണിയാക്കി എടുക്കും എന്ന് സംശയിച്ച് നിൽക്കുന്നവർക്ക് നിർത്തി പോകാൻ നിൽക്കുന്ന ആൾക്കാർക്കും വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ. പിന്നെ ഫസ്റ്റ് തന്നെ ഒരു പറയാനുള്ള കാര്യം, യൂട്യൂബ് ഒരു 8ന്റെ പണിയാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്. നമ്മുടെ 4000 വാച്ച് അവർ എന്നുള്ളത് നമ്മുടെ യൂട്യൂബ് 8000 വാച്ച് അവർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ തന്നെ പകുതിക്ക് വെച്ചിട്ട് മോണിയാകാൻ 1500 വാച്ച് അവർ ആക്കി വെച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നൊക്കെ പറഞ്ഞ് ചാനൽ ഉപേക്ഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പുതുതായിട്ട് തുടങ്ങിയവർ എങ്ങനെ മോണിയാക്കി, ഇതൊക്കെ നടക്കുന്ന കാര്യമല്ലെന്നും പറഞ്ഞ് അത് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. പിന്നെ ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാർ വെറുതെ ഇനിയിപ്പോൾ തുടങ്ങിയിട്ടൊരു കാര്യമില്ല, വേണ്ടെന്ന് വയ്ക്കുന്ന, ഇനിയിപ്പോൾ ചാനലേ വേണ്ട എന്നും പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ പോകേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരൊറ്റ ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം, ഞാൻ മോണിയായ ചാനലാണ്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോക്കിയാൽ കാണാം. എൻ്റെ വീഡിയോസിലൊന്നും ഒരുപാട് വാച്ചേഴ്സൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടിപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 1 കൊല്ലം കഴിഞ്ഞു. അപ്പം ഞാൻ മെയ്യിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജൂണിൽ ലൈവ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് 4 മാസം കൊണ്ട് എൻ്റെ ഫുൾ മോണി ആവുക ചെയ്തത്. 6 മാസം കൊണ്ട് നമുക്ക് നമ്മുടെ വരുമാനം കൈ കിട്ടുകയും ചെയ്തു. അപ്പോൾ അപ്പോഴും ഞാൻ പറയുമായിരുന്നു, ലൈവ് ചെയ്തോളൂ, നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മോണിയാക്കി എടുക്കാൻ പറ്റുമെന്ന്. അപ്പം ലൈവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഒക്കെ എല്ലാവരും ചോദിച്ചായിരുന്നു. അപ്പോൾ അത് ഞാൻ അന്ന് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. അപ്പോൾ എന്നെ കണ്ട് ഞാൻ ലൈവ് ചെയ്യുന്നത് കണ്ടിട്ട് ലൈവ് സ്റ്റാർട്ട് ചെയ്ത് മോണിയായ ഒരുപാട് പേരെ ഇപ്പോൾ നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഓരോ ലൈവിൽ ചെല്ലുമ്പോൾ എല്ലാവരും പറയും, ഫെബിയുടെ ലൈവ് കണ്ടിട്ടാണ് നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തത്, മോണിയായ സന്തോഷമൊക്കെ പറഞ്ഞ ആൾക്കാർ കമൻ്റൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈവ് ചെയ്യുന്നത് തന്നെയാണ്. നമുക്കൊന്ന് മോണിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സേഫാന്ന് പറഞ്ഞാൽ പിന്നെ മോണി ആയിക്കഴിഞ്ഞാൽ വീഡിയോസും ഷോർട്സും ഒന്നും ഇടാതിരിക്കുകയൊന്നും ചെയ്തേക്കരുത്. അതൊക്കെ നമ്മൾ അതിൻ്റെ പുറകെ അങ്ങ് പൊയ്ക്കോണം കേട്ടോ. പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെബ്രുവരി വരെ നമുക്ക് ടൈമുണ്ട്. ഫെബ്രുവരി വരെ ടൈം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളൊരു ജനുവരിക്കൊക്കെ മുന്നേ ആയിട്ട് തന്നെ ഫുൾ മോണിയാക്കി എടുക്കണം. അപ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ലൈവ് ഇടുക എന്നുള്ളതാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂറെങ്കിലും ലൈവ് ഇട്ട് തുടങ്ങാം. ഇപ്പോൾ ഫസ്റ്റ് ഒരു 1-2 ആഴ്ച നമ്മളിങ്ങനെ ലൈവ് ഇടുമ്പോൾ നമ്മളെ ആരെയും സഹായിക്കാനോ 1-2 പേരൊക്കെ വന്നിട്ട് പോകും. അപ്പം ഇനി നമ്മുടെ ലൈവിൽ ആൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ദിവസം നമ്മൾ ആ ടൈം കറക്റ്റ് ചെയ്ത് പോയി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലൈവിലേക്ക് ആളുകൾ വരാൻ തുടങ്ങും. ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ലൈവ് ഇടുന്നത് തന്നെയാണ്. അപ്പം ഒരുപാട് ആൾക്കാരൊന്നും നമുക്ക് വേണ്ട, ഒരു 5 പേരെങ്കിലും നമ്മളെപ്പോൾ ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്നു, ആ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ ഇപ്പോൾ 1 മണിക്കൂർ ലൈവ് ഇട്ടാൽ ആ 1 മണിക്കൂർ നമ്മുടെ ഒപ്പം 5 പേരും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ലതുപോലെ വാച്ച് അവർ കിട്ടും. ആ വാച്ച് അവർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് പെട്ടെന്ന് മോണിയാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് നമ്മളിത് ചെയ്യുമ്പോൾ തന്നെ നല്ലതുപോലെ വാച്ച് അവർ കയറും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് മോണിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 1500, 2000 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ലൈവ് ചെയ്യുക. ഇപ്പോൾ ഒരു 5 മാസം നമുക്ക് ടൈമുണ്ട്. ആ 5 മാസത്തിനുള്ളിൽ എത്രയും പെട്ടെന്ന് എല്ലാവരും ലൈവൊക്കെ ഇട്ട് മോണിയാക്കി എടുക്കുക. അപ്പം ഈ തപ്പൂസിൻ്റെ മോളുടെ ഫ്രണ്ട്സൊക്കെ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക, ഈ 8000 വാച്ച് അവർ എങ്ങനെ കണ്ടെത്തുമെന്ന്. 4000 ആക്കിയതൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് 4000 വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ചെയ്ത് മോണിയാക്കി വരുമാനം നമ്മുടെ കയ്യിൽ എത്തിച്ചത്. അപ്പം മടിച്ച് നിൽക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ലൈവ് ഇടുന്നത് തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.